അടുത്ത ആഴ്ച മോളുടെ പേരിടിയിൽ ചടങ്ങാ. അതെയോ, കൊള്ളാലോ. ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല, ഇന്ന് തന്നെ സമയം നോക്കും. താനാ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്, അതാ നേരത്തെ വിളിച്ചത്. ഓ ആനന്ദ, താൻ ഡേറ്റ് അറിയിച്ചാ മതി. എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ വന്നിരിക്കും. നിങ്ങൾ ഈ കാണുന്ന ആളല്ല. ഇത്രയും വർഷം നിങ്ങളോടൊപ്പം നിഴലായി ജീവിച്ചിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. എന്തിനാ നിങ്ങൾ ആ പാവം പയ്യനെ കൊന്നു കളഞ്ഞത്? നിർമ്മല, നീ സ്വാമി എന്താടോ ഇതൊക്കെ? സാറേ, ഞാൻ താനെ ഫോണിങ് തന്നെ മോളെ. സാറേ, ഹലോ, മുത്തശ്ശിയുടെ മുത്തേ, ഇത് ആരായി ഇരിക്കുന്നെന്ന് നോക്കിയേ. വിളിച്ചേ, മുത്തശ്ശാന്ന് വിളിച്ചേ. ദേ മോള് നിങ്ങളെ നോക്കുന്നു. മോളെ, മുത്തച്ഛന്റെ മുത്തേ, ചക്കര മുത്തേ, വിശക്കുന്നുണ്ടോ? എന്റെ മുത്തിന് പാല് കുടിക്കണോ? മുത്തേ, അവക്ക് മനസ്സിലാവുന്നുണ്ട്, പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. മോള് വന്നതിന് ശേഷമേ എന്റെ അസുഖകാര്യത്തിനൊക്കെ ഒരുപാട് മാറ്റമുണ്ടെന്ന് തന്നെയാ ഇവിടെ ഓരോരുത്തര് പറയുന്നത്. മോളെ കളിപ്പിച്ചിങ്ങനെ ഇരിക്കുമ്പോ എനിക്കും തോന്നുന്നുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന്, എന്റെ അസുഖങ്ങളൊക്കെ മാറിയെന്ന്. മനസ്സിന് സന്തോഷം വരുമ്പോ നമ്മളെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളും വഴിമാറി പോകുന്നാ പറയുന്നത്. ഇവൾ ഐശ്വര്യമുള്ള കുട്ടിയാ. ഒരു കുടുംബത്തെ മുഴുവൻ വലിയൊരു ദുഃഖത്തിൽ നിന്ന് കരകയറ്റിയവളാ. കുട്ടികളെ ശാസ്ത്രീയമായി വളർത്തുന്നതിനുള്ള ഒരുപാട് ടിപ്സുകൾ അടങ്ങിയ ബുക്കാണിത്. അച്ഛനമ്മയും മസ്റ്റായിട്ട് ഇത് വായിച്ചിരിക്കണം. എടാ, ഇതൊന്നും വായിക്കാതെയാ നിന്നെ എന്നിട്ട് ചേച്ചിയെ ഞങ്ങൾ വളർത്തിയത്. ഇതുവരെ വളർത്തുദോഷം പറഞ്ഞ് ആരും പരാതിയായിട്ട് വന്നിട്ടില്ലല്ലോ. എന്നെ 5ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചർ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാണ് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നിന്റെ കയ്യിലിരിപ്പുണ്ട. അച്ഛാ, ഞാനിത് വെറുതെ പറയുന്നതല്ല. 6 മാസം വരെ പ്രായമായ കുഞ്ഞുങ്ങളെ എടുക്കേണ്ട വിധം, കുളിപ്പിക്കേണ്ട രീതികൾ, ഏതെല്ലാം രീതിയിലുള്ള ഫുഡുകളാണ് കൊടുക്കാൻ പറ്റുക, ഇതെല്ലാം അറിവുള്ളവർ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഒന്ന് എടുത്ത് മറിച്ചു നോക്കിയാൽ എന്താ? ഓ, മോൾക്ക് 1-2 ഉടുപ്പുകൾ കൂടി വാങ്ങണം. വാങ്ങാം, 1-2 അല്ല, ഒരു ഡസൻ തന്നെ അങ്ങ് വാങ്ങിക്കളയാം. സുന്ദരിക്കുട്ടി, അച്ഛനും അമ്മയായിട്ട് നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ടെന്ന് തോന്നല്ലോ. പറയാനുണ്ടോ, ഞങ്ങളുടെ പേരക്കുട്ടിയല്ലേ. അല്ല, പറഞ്ഞ പോലെ മോൾക്കിടാൻ നല്ലൊരു പേര് കണ്ടുപിടിക്കണ്ടേ? പേര് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, പേരിടൽ കർമ്മവും നടത്തണം. അച്ഛാ, അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാരും വിളിച്ചങ്ങ് നടത്താം, ഒരു ആഘോഷമായി കളയാം. അത് വേണ്ട മോനെ, അതൊക്കെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ ഇടവരുത്തുന്ന കാര്യങ്ങളാ. നമുക്ക് വേണ്ടപ്പെട്ട കുറച്ചു പേര്, അത് മതി. അങ്ങനെയാണെങ്കിൽ ആദ്യം വിളിക്കേണ്ടത് ശാലിനിയാ. നമുക്ക് ഈ പൊന്നുംകുടത്തെ കിട്ടാൻ സഹായിച്ചത് ശാലിനിയാ. ആദ്യം വിളിക്കേണ്ടത് ശാലിനിയാ. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. അവളെ, ഓ എന്തിനാ? ഓ, അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ശരിക്കും ഒരമ്മയായി അവള്. അപ്പൊ പിന്നെ ഞാൻ അച്ഛനല്ലേ? ഉവ്വ്, നീ അച്ഛൻ തന്നെ. അങ്ങനെ പറ. ഓ, നമുക്കേ ഒരു ആന്റിയെ വിളിക്കാവേ. മോളുടെ പേരിടൽ ചടങ്ങിന് ആ ആന്റി കൂടെ വേണം. മോളെ അമ്മയ്ക്ക് കിട്ടാൻ കാരണം ആ ആന്റിയാ. അരുണ. ശാലിനി, ഒരു വിശേഷം പറയാൻ വിളിച്ചതാ ഞാൻ. പറയൂ, കേക്കട്ടെ. അടുത്ത ആഴ്ച മോളുടെ പേരിടിയിൽ ചടങ്ങാ. അതെയോ, കൊള്ളാലോ. ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല, ഇന്ന് തന്നെ സമയം നോക്കും. താനാ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റ്, അതാ നേരത്തെ വിളിച്ചത്. ഓ ആനന്ദ, താൻ ഡേറ്റ് അറിയിച്ചാ മതി. എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ വന്നിരിക്കും. തന്റെ വീട്ടിലൊരു വിശേഷം നടക്കുമ്പോ ഞാൻ വരാതിരിക്കോ? പിന്നെ മോളെന്ത് പറയുന്നു? ദേ, അവള് മൂർത്തിയുടെ കയ്യിലിരുന്ന് അവൾക്ക് പറയാവുന്ന ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്.
ആ ഭാഷയൊക്കെ മൂർത്തിയോട് പഠിച്ചു വെച്ചോളാൻ പറ. പിന്നീട് അവള് പറയുന്നതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത്. ആ എടോ അരുണേ, എനിക്കൊരു കോള് വരുന്നുണ്ട്. ആ ഓക്കെ ശാലിനി, അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വിളിക്കാം. ശരി ശരി, ഓക്കെ ഓക്കെ. അവള് വരും നമ്മുടെ മോളുടെ പേരിടൽ ചടങ്ങിന്. ഹലോ റസാഖ്. ആ മാഡം, ശാരികയെ അന്വേഷിച്ചുകൊണ്ട് എല്ലാ സ്റ്റേഷനിലേക്കും ഫോട്ടോയും മെസ്സേജും അയച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് രാത്രി എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തും. ആ ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചിയെ കണ്ടെത്തണം, മോളെയും. ആ റസാഖിന് അറിയാലോ, ഇതിന്റെ പേരിൽ ഞാൻ ഇനി കേൾക്കാനൊന്നുമില്ല. ആ മാഡം, ഇനിയിപ്പോ കുടുംബശ്രീ വീട്ടിലെത്തിയിട്ടുണ്ടോ എന്ന് കൂടി ഒന്ന് അന്വേഷിക്കണം. പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ശരി, ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ചിട്ട് വിളിക്കാം. ശരി മാഡം. ശരി രാമേട്ട, വണ്ടി കുടുംബശ്രീയിലേക്ക് വിട. ശരി മാഡം. എത്രയായി? 100 രൂപ. നിക്കവിടെ, ഞാനിതുകൊണ്ട് അകത്ത് വെച്ചിട്ട് വരാം സാറേ. കളപ്പിള്ളേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഇല്ല്. എടോ, എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് ഇയാൾ അകത്തോട്ട് പോയാ മതി. അതല്ല രാഘവ സാറ്, സത്യമ്മ വലിയ ദേഷ്യത്തിലാ അകത്തോട്ട് പോയിരിക്കുന്നത്. അതിനെക്കാട്ടി വലിയ ദേഷ്യത്തിലാണോ ഞാൻ? ഓ, ഇത് വലിയ കഷ്ടമായല്ലോ. ചേത്താനും കടലിനും ഇടയ്ക്ക് അകപ്പെട്ട അവസ്ഥയല്ലോ ഭാവനെ. എന്തോന്നാടെ ഈ പിറുപിറുക്കുന്നേ? ഓ, അതല്ല സാറേ, ഞാനിവിടെ നിന്നോളാന്ന് പറയായിരുന്നു. എടോ പിള്ളേ, ചെമ്മീൻ ചാടിയാ മുട്ടോളം, പിന്നെയും ചാടിയാലേ ചട്ടിയിലാ. അത്രേ ഉള്ളൂ പെണ്ണുങ്ങളുടെ അവസ്ഥയെ. പിന്നെ ആ ബലത്തി ഇയാള് കിടന്ന് തുള്ളണ്ട. നോട്ടത്തിലേ ഇരിപ്പാണെങ്കിലേ കാര്യഗൗരവമായി തീരുമാനമെടുക്കാൻ കഴിവേ എനിക്ക് തന്നെ. ശരി, സമ്മതിച്ചു. ഞാനിപ്പോ എന്താ വേണ്ടത്? എടോ, തന്നെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചു. വിഷ്ണുവും ശാലി ഇപ്പൊ താമസിക്കുന്ന വീട് കണ്ടുപിടിക്കണമെന്നോ? എന്നിട്ട് ഇയാൾ കണ്ടുപിടിച്ചോ? എന്റെ രാഘവൻ സാറേ, എന്റെ കൂടെ ഉള്ളതാരാ? സത്യാമയല്ലേ? ഇടവും വലവും തിരിയാൻ സമ്മതിക്കൂല. എന്നാ പോയ കാര്യം നടന്നോ? അതുമില്ല.